ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആമസോൺ വെയർ ഹൗസിനെ കുറിച്ചാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആമസോൺ വെയർ ഹൗസിൽ എങ്ങനെയാണ് ജോലി കിട്ടുന്നത്, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്, അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള കാര്യം. ഞാനിത് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മിന്നു പറഞ്ഞു ഒരുപാട് കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ അതിനുള്ള ഒരു റിപ്ലൈ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യം. അപ്പം മിന്നു എന്നോട് ഇപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും, നമുക്ക് അതിന് ആൻസർ പറയാം. അപ്പോൾ ഒന്നാമത് വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ ഇപ്പം അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാവോ? ഇപ്പം ആമസോണിലേക്കൊക്കെ നാട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും? നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ വർക്ക് പെർമിറ്റ് വേണം, അതായത് BRP കാർഡോ കാര്യങ്ങളൊക്കെ വേണം, പിന്നെ DBS ചെക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അതുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം, നമ്മളിവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മുടെ വൈഫാണ് ഇവിടെ വന്നതെങ്കിൽ അവരിപ്പോൾ ഏതാ ലൊക്കേഷൻ അറിയാലോ, അപ്പോൾ ആ ലൊക്കേഷനിലുള്ള വെയർ ഹൗസ് നമുക്ക് കണ്ടുപിടിച്ച് അവിടെ വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യം നോക്കി വെക്കാന്നല്ലാണ്ട് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ എത്തിയതിനു ശേഷമേ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും ഇവർ നിങ്ങളുടെ UK വർക്ക് പെർമിറ്റിന്റെ ഇത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അതിനനുസരിച്ച് അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഡിലേ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അവർ റിജക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ UK എത്തി നമുക്ക് BRP കാർഡ് കിട്ടിയതിന് ശേഷം മാത്രം ഈ പരിപാടിക്ക് നിൽക്കുക, അതായത് വേറൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കുക. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വേണേൽ നാട്ടിൽ നിന്ന് കണ്ടുപിടിക്കാം എവിടെയാണ് ജോലി ഉള്ളതെന്നൊക്കെ ഉള്ളത് കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. അതായത് വേക്കൻസി വരുന്ന സമയം വേക്കൻസി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാന്നുള്ളൂ. ജോബ് പോസ്റ്റിന്റെ പേരെന്താ? ഇപ്പം അബിക്ക് ഒരു ഇപ്പം അത് ഓരോരോ ഈ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റോയിങ് അതേപോലെ തന്നെ പിക്കിങ്, പാക്കിങ്, പിന്നെ റിസീവിങ്, പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് മുകളിലോട്ട് ഇപ്പോൾ പിക്കിങ്ങിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിന് മുകളിൽ പിന്നെ പ്രോസസ് ഗൈഡ്, പിന്നെ മാനേജർ, പിന്നെ ഏരിയ മാനേജർ, അങ്ങനെ ആയിട്ട് മുകളിലോട്ടും പോകാൻ പറ്റും. അതായത് നമ്മൾ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് വളരാം. നമ്മളെ കരിയർ ഗ്രോത്ത് ഒക്കെ ആമസോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വേറെ കോഴ്സൊക്കെ ചെയ്യണമെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ആമസോണിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ മെയിനായിട്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞ വെയർ ഹൗസ് ഓപ്പറേറ്റീവ് എന്നുള്ള വെയർ ഹൗസ് ഓപ്പറേറ്റീവ് എന്നാണ് നമ്മളെ അറിയപ്പെടുന്നത്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ മേലോട്ടേക്ക് പോകും. ഇപ്പം നമ്മൾ കയറുമ്പം എല്ലാവരും ലെവൽ 1-ലായിരിക്കും. പിന്നെ നമുക്ക് ഇപ്പം ക്വാളിഫിക്കേഷൻ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ നല്ല ഡിഗ്രി കാര്യങ്ങൾ നല്ല ഡിഗ്രി ഹോൾഡേഴ്സ് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിനനുസരിച്ച് മുകളിലോട്ട് കയറാം. പിന്നെ നമുക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടെങ്കിൽ യാതൊരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എനിക്ക് അറിയുന്നവരൊക്കെ ആ ഒരു ലെവലിലേക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഹയർ പോസ്റ്റിലോട്ട് മാറി കയറാൻ പറ്റും. ഇപ്പം നമുക്ക് മാനേജർ വരെ ലെവലിലേക്ക് എത്തിയ ആൾക്കാരുണ്ട്. നമുക്കിത് നമുക്കിവിടെ ഈ ഒരു ആമസോണിൽ വർക്ക് ചെയ്യുന്നതിന് ഇപ്പം ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് നഴ്സിംഗ് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ നഴ്സിനൊക്കെ. അതുപോലെ ആമസോണിൽ വർക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്? നമുക്ക് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് ആനുവൽ ലീവ് കാര്യങ്ങൾ, പിന്നെ മെഡിക്കൽ ലീവ്, പിന്നെ അങ്ങനെയുള്ള കാര്യം. അതായത് NHS കിട്ടുന്ന ഏകദേശം എല്ലാ ലീവും എല്ലാ ഫെസിലിറ്റീസും നമുക്കുണ്ട്. ഇൻഷുറൻസ്, പിന്നെ ടാക്സ് എല്ലാം. അതുപോലെ നിങ്ങൾക്ക് ഒരു വൗച്ചർ ഉണ്ടല്ലോ അതല്ലാതെ നമുക്കിപ്പോൾ ആമസോണിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി 100 പൗണ്ട് വൗച്ചർ കിട്ടുന്നുണ്ട് ഒരു വർഷത്തേക്ക്. അത് എല്ലാ വർഷവും അത് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ചില പ്രോഗ്രാംസ് വന്നു കഴിയുമ്പോൾ അതിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് അത് എന്ന് പറയുമ്പോൾ ഇപ്പൊ ആമസോണിന്റെ തന്നെ സമ്മർ പാർട്ടി അങ്ങനെയുള്ള പാർട്ടികളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെതുണ്ട്. പിന്നെ പീക്ക് പാർട്ടി, അതിന്റെയൊക്കെ പരിപാടിയുണ്ട്. അപ്പൊ അത് ആമസോൺ തന്നെ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 5 പൗണ്ടിന് നമുക്ക് അതായത് ഒരു ഫാമിലിയുള്ള 2 പേർക്ക് നമുക്ക് ആ ഫംഗ്ഷനിൽ പരിപാടി അറ്റൻഡ് ചെയ്യാം. അപ്പൊ അതൊക്കെ ഞാൻ പോയായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനാണെങ്കിലും ചെറിയൊരു അപ്രിസിയേഷൻ ഇവർ തരുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ആമസോണിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ഇപ്പൊ വേറെ വെയർ ഹൗസിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർ അവിടെ വന്നു കഴിയുമ്പോൾ പറയുന്നത് ഇവിടെ സ്വർഗ്ഗമാണെന്ന് പറയുന്നത്. കാരണം നമ്മളധികം ഭയങ്കര പ്രഷർ ചെയ്യും. നമ്മളൊരു പരിധി നമുക്കൊരു പണി തന്നിട്ടുണ്ട്, ആ പണി നമ്മൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യും. പക്ഷെ ആ പണി നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ പണി നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ യാതൊരു ടെൻഷൻ അടിക്കേണ്ട, സുഖമാണ്. ഇപ്പം ഞാനിപ്പോൾ വന്നിട്ട് 2 വർഷമായി. ഞാൻ ആദ്യം വന്നു കഴിഞ്ഞിട്ട് പിന്നെ മാറി കയറാന്നൊക്കെ പറഞ്ഞ് ആമസോണിൽ കയറിയതാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ ആമസോണിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു തവണ അവിടെ നിന്ന് ഇറങ്ങിയാലും വീണ്ടും ഞാൻ ആമസോണിൽ കയറുന്ന ഇതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. ലീവ് എടുക്കാനാണെങ്കിൽ തന്നെ കുറേ ലീവുണ്ട്. പിന്നെ ഇപ്പൊ നേഴ്സിന്റെ ഡ്യൂട്ടിയുമായിട്ട് എന്റെ ഡ്യൂട്ടി ഒക്കെ ആയിട്ട് മാറ്റാനും എല്ലാം കൊണ്ടും നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് മാനേജറെ കാണണോ യാതൊരു ഇതുമില്ല, എല്ലാം നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാം. ഞാൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ അധികം ആരെയും പോയി കാണാറൊന്നുമില്ല. എൻ്റെ മൊബൈലിൽ തന്നെ ലീവോ കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നതാണ്. അപ്പം പിന്നെ അതേപോലെ തന്നെ പേയ്മെൻറ്റും 13 പേയ്മെൻറ്റും വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേയ്മെൻറ്റ്. അതായത് കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പേയ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ കെയർ ഹോമിൽ കയറുമ്പോൾ നമുക്ക് ഫിസിക്കലായിട്ട് അത്ര വർക്കില്ലെങ്കിലും മെൻ്റലി നമ്മൾ ഭയങ്കരത്തിൽ
ടോർച്ചർ ചെയ്യുന്ന ഒരു ടോർച്ചറേയും അത് ഓരോരുത്തരുടെയും ഇതാട്ടോ. ഇപ്പം എൻ്റെ എന്ന് പറയുമ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ വെച്ചാൽ ആമസോണിൽ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും നാട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ കോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പം അത് പറയുവാണെങ്കിൽ ഇപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ വലിയ കോഴ്സൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് വെയർ ഹൗസിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നാട്ടിൽ നിന്ന് കോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഫോർക്ക് ലിഫ്റ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അറിഞ്ഞു വരുവാണെങ്കിൽ ഇവിടെ അതിൻ്റെ വേക്കൻസി വരുമ്പോൾ നമുക്ക് ആ ഒരു പോസ്റ്റ് അവിടെ അവൈലബിൾ ആണ്, നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റും. അപ്പം നമുക്ക് പറയാമല്ലോ, നിങ്ങൾക്കായിരിക്കും കൂടുതൽ ഇത് കിട്ടുക, കാരണം അത് നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് കൂടുതലും ചാൻസ് നിങ്ങൾക്കായിരിക്കും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ കോഴ്സും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക്, പക്ഷേ ഞാൻ അപ്ലൈ ചെയ്താലും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് നിങ്ങൾക്കായിരിക്കും കിട്ടാൻ ചാൻസ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതല്ലാതെ ഇപ്പം നമുക്ക് വെയർ ഹൗസിൽ കയറാൻ വേണ്ടിയിട്ട് കോഴ്സോ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ കോഴ്സോ കാര്യങ്ങളൊന്നും പഠിച്ചിട്ട് വന്ന ആളല്ല, ഇവിടെ വന്നു അപ്ലൈ ചെയ്തു കിട്ടിയതാണ്. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നത്. അതിന് പിന്നെ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഇപ്പം അവർ ഇന്ന ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കാനും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം വായിക്കാനും അറിയുന്നവരാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ബെറ്റർ എന്നല്ല, അങ്ങനെ വേണം. കാരണം കുറേ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് നമുക്ക്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ട്. പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ സിമ്പിളായിട്ടാണ്, പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പം 1-2 ടെസ്റ്റ് ഉണ്ട്, അത് പാസ്സാവണം. അത് പാസ്സായാൽ മാത്രമേ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. അപ്പം കഴിഞ്ഞ തവണ ഞാൻ കയറിയപ്പം 2 പേര് ഫെയിലായിരുന്നു. അവർക്ക് കാര്യം സംസാരിക്കാൻ അറിയാം, പക്ഷെ അവർക്ക് എഴുതാനല്ല വായിക്കാൻ അറിയത്തില്ല. അവർക്ക് സംസാരിച്ചത്, അത് ഗോവൻസ് ആയിരുന്നു. അവർക്ക് സംസാരിച്ച് നല്ല വശമുണ്ട്, പക്ഷെ അവർക്ക് വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഫെയിലായിരുന്നു. അങ്ങനെ 2 പേര് ഫെയിലായിരുന്നു. അതല്ലാതെ നമുക്ക് വേറെ യാതൊരുവിധ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്കറിയാവുന്നത്. അതായത് ലെവൽ 1 കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ലെവൽ 2 ലെവൽ 3 ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ വേണം, ഇല്ലാണ്ട് മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല. ഇപ്പോൾ വേറെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം വെച്ചാൽ ആമസോണിൻ്റെ സാലറി ഒക്കെ എത്രയുണ്ട്? അപ്പോൾ ആമസോണിൻ്റെ സാലറി എന്ന് പറയുന്നത് പെർ അവർ 13 പൗണ്ട് പെർ അവർ സാലറി കിട്ടുന്നുണ്ട്. അപ്പം അത് 10 മണിക്കൂറാണ് ഒരു ദിവസം. അപ്പോൾ ഏകദേശം ഒരു 130 പൗണ്ടെന്ന് വെച്ചോ. അതിനകത്ത് പിന്നെ ടാക്സ് കട്ടാവും. പിന്നെ അങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഒരു വീക്കിലാണ് നമുക്ക് സാലറി കിട്ടുന്നത്. ടോട്ടൽ ഒരു മാസത്തേക്ക് ഒരു 1700 പൗണ്ട് 1800 പൗണ്ട് അടുത്ത് കിട്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ 2 ദിവസം നമുക്ക് ഓവർ ടൈം ചെയ്യാം, 20 മണിക്കൂർ ഓവർ ടൈം ചെയ്യാം. അങ്ങനെ ടോട്ടൽ 60 മണിക്കൂർ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് സാലറി അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, വലിയ കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട്. അതുപോലെ തന്നെ നൈറ്റിലുള്ളവർക്കും വ്യത്യാസമുണ്ട്. അവർക്ക് കുറച്ചും കൂടെ കൂടുതലാണ് സാലറി, 14 അങ്ങനെ എങ്ങനെയാണ്. എനിക്ക് നൈറ്റ് സാലറി അറിയില്ല, എന്തായാലും 1-2 പൗണ്ട് എങ്ങാണ്ടോ കൂടുതലുണ്ട്. നൈറ്റ് അലവൻസ് കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. വേറൊരു ക്വസ്റ്റൻ എന്ന് വെച്ചാൽ ആമസോണിൽ എങ്ങനെയാണ് നമ്മൾ കുറേ വെയിറ്റ് ഒക്കെ ഇങ്ങനെ വെയർ ഹൗസ് ആകുമ്പോൾ കുറേ വെയിറ്റ് ഒക്കെ ആമസോണിന്റെ ജോലി എന്ന് പറയുമ്പോൾ ഒരു 15 കിലോ വരെ 15, 10, 20 കിലോ വരെ നമുക്ക് എടുത്ത് പൊക്കേണ്ടി വരും. ചില ദിവസം ചിലപ്പോൾ ഈ പെപ്സിയുടെ ഒക്കെ ക്യാനുകളില്ലേ, അതിൻ്റെ ഒരു ഇത്രയുള്ള ഇത് വരും. അത് ചില ദിവസം ഒരു കൂടുതൽ വരും, എല്ലാ ദിവസവും ഇല്ല, ചില ദിവസം കൂടുതലായിരിക്കും. അപ്പോൾ അന്നൊക്കെ നമ്മൾ അത്യാവശ്യം വെയിറ്റ് പൊക്കേണ്ടി വരും, ഒരു 10-15 കിലോ പൊക്കേണ്ടി വരും. അതായത് വലിയ ദൂരം ഒന്നും പൊക്കണ്ട, പൊക്കി നമ്മൾ ഈ ഒരു ചെസ്റ്റ് ലെവലിൽ മാത്രമേ പൊക്കിയാൽ മതി. പൊക്കി നമ്മൾ സ്റ്റോയിങ് ചെയ്യുന്നവർക്ക്, അതേപോലെ തന്നെ പിക്ക് ചെയ്യുന്നവർക്കും ആ ഒരു ചെസ്റ്റ് ലെവലിൽ നിന്ന് എടുക്കാനുള്ള സെറ്റപ്പ് അത്രയും പൊക്കേണ്ടി വരും. അതല്ലാതെ വലിയ വെയിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ഫിസിക്കലി ഹാർഡ് വർക്കാണ് നമുക്കത്. പിന്നെ അങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും, എല്ലാ ജോലിയും അതിൻ്റേതായ ഹാർഡ് വർക്ക് ഉണ്ട്. നമ്മൾ നാട്ടിലെ പോലെ ഇപ്പം വൈറ്റ് കോളർ ജോബൊക്കെ നമുക്ക് കിട്ടും, നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ച് വന്ന് ഇവിടെ കോഴ്സൊക്കെ ചെയ്താൽ കിട്ടും. പിന്നെ IT ഫീൽഡൊക്കെ ആണെങ്കിൽ കിട്ടും. പിന്നെ ഈ ആമസോണിൻ്റെ കാര്യം പിന്നെ കുറച്ചും കൂടെ നമ്മൾ ഹാർഡ് വർക്കാണ്, കുറച്ച് ഫിസിക്കലി വർക്ക് ഉണ്ട് എന്തായാലും. ഇപ്പം ഇതിപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. നമ്മളിപ്പോൾ ടെമ്പററി ആയിട്ടാണല്ലോ നമ്മൾ കയറിയത്. അപ്പോൾ ജോബ് പെർമനൻ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അബിക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ? അതിന് അഡ്വൈസ് കൊടുക്കാൻ ഞാൻ ആളല്ല, കാരണം ഞാൻ ഇതുവരെ പെർമനൻ്റ് ആയിട്ടില്ല. 2 വർഷമായിട്ടുണ്ടെങ്കിൽ ഞാൻ പെർമനൻ്റ് ആയിട്ടില്ല. അത് കാരണം എന്ന് പറയുന്നത് ഞാൻ ലീവ് എടുക്കുന്നതുകൊണ്ടാണ്. ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ലീവ് എടുക്കുന്ന ഒരാളാണ്. ഒന്നാമത് നമ്മുടെ കൊച്ച് ചെറുതായതുകൊണ്ട്, പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ലീവ് ഒരുപാട് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഞങ്ങൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഞാനും മിന്നൊക്കെ ഒന്നിച്ചിരിക്കാൻ ആഗ്രഹമുള്ളവരായതുകൊണ്ട് ഞാൻ ലീവ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഞാൻ പെർമനൻ്റ് ആയിട്ടില്ല. അപ്പോൾ പെർമനൻ്റ് ആവാൻ ആഗ്രഹമുള്ളവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ഒരു 3 മാസം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ലീവ് ഒന്നും എടുക്കാതിരിക്കുക. ഒരു ലീവ് എടുക്കാതെ ഈ 3 മാസം പോയി കഴിഞ്ഞാൽ 100% പെർമനൻ്റ് ആവും. പക്ഷെ നമ്മൾ ഒരു ലീവ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ എക്സ്റ്റെൻഡ് ചെയ്യും, ഒരു 3 മാസം കൂടെ പിന്നെ കൊടുക്കും. ആ 3 മാസം ലീവ് എടുക്കുവാണെങ്കിൽ പിന്നെ ഒരു 3 മാസം കൂടെ കൊടുക്കും. അങ്ങനെ എനിക്ക് 1.5 വർഷം വരെ കഴിഞ്ഞ തവണ കിട്ടിയായിരുന്നു. കാരണം ഞാൻ എല്ലാ തവണയും ലീവ് എടുക്കും. ലീവ് എടുക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, മിന്നു ചിലപ്പോൾ സമയങ്ങളിൽ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ആവില്ല, പിന്നെ ചില ദിവസങ്ങളിൽ വയ്യാണ്ട് വരും. അപ്പം അങ്ങനെയൊക്കെ ആദ്യമൊക്കെ വന്ന സമയത്ത് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് ലീവ് എടുത്തിട്ടുണ്ട്. പിന്നെ കൊച്ചിൻ്റെ ആ ഡെലിവറി ആ ടൈമിനൊക്കെ ഒരുപാട് ലീവ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ തവണ നാട്ടിൽ പോയതോടുകൂടി എൻ്റെ ഇത്തവണത്തെ പെർമനന്റ് ഇത് സെറ്റപ്പൊക്കെ തീർന്നു. അപ്പോൾ ഇനി ഒരു കയറിയിട്ട് ഒരു 3 മാസം കൂടെ ലീവ് എടുക്കാതെ വർക്ക് ചെയ്തിട്ട് പെർമനന്റ് ആവും. പിന്നെ ഞങ്ങൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സ്വിൻഡൻ മാറാനൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിന്നെ ഞാൻ ആ ജോലിയിലോട്ട് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. പേഴ്സണലി അബി നല്ലൊരു വർക്കറാണ്. കാരണം അബിക്ക് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഞാനൊരു
എപ്പോൾ നോക്കിയാലും 10 പേരിലും ഉള്ളിൽ ഞാൻ ഉണ്ടാവാറുണ്ട്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അതുകൊണ്ട് ആദ്യത്തെ ടൈമിലൊക്കെ അഭിനയം അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. അതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതേ ഈ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ പോവുക, നമ്മുടെ പണി ചെയ്യുക, തിരിച്ചു വരിക, ആരെയും കാണാനും ഇല്ല, ഒന്നും പറയാനും ഇല്ല. നമ്മളായി നമ്മുടെ പരിപാടിയിൽ വരിക, അത്ര തന്നെ. അത് അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. നമുക്ക് ഒരു ദിവസം ഏത് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യേണ്ടത്, ആ സ്റ്റേഷനിൽ പോവുക, നമ്മളെ പണി ചെയ്യുക, വരിക, അത്രേ ഉള്ളൂ. അപ്പോൾ വർക്ക് ചെയ്യാനും ഈ പറഞ്ഞ പോലെ വർക്ക് അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ലത് ആമസോണാണ്. അത് ആമസോണിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇതെങ്ങനെയാലും ഇറങ്ങിയാൽ മതിയെന്ന് തോന്നും. ഇറങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ തോന്നും അത് തന്നെയാണ് നല്ലതെന്ന് തോന്നും. അങ്ങനെയൊക്കെയാണ്. അത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാന്നൊക്കെ ഉള്ളൊരു തോന്നലാണ്. അപ്പോൾ ഞാൻ പണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ നമ്മളെ ഈ മുംബൈയിൽ നിന്ന് വർക്ക് ചെയ്ത സമയത്ത്, അതായത് ലണ്ടനിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് മുംബൈയിൽ ജോലി മടുത്തായിരുന്നു. കാരണം ഇത് കമ്പ്യൂട്ടറിന് മുന്നിൽ തന്നെ ഇരുന്ന് ആകെ തല പുകഞ്ഞ് പണ്ടാരടങ്ങി ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോവാന്നൊക്കെ ഉള്ള രീതിയിൽ ഇറങ്ങി. ഇവിടെ വന്നപ്പം എനിക്കത് ഇന്ന് രാത്രി എപ്പോൾ കിടക്കുമ്പോഴും എനിക്ക് മിസ് ചെയ്യും എൻ്റെ ആ ജോലി. പിന്നെ ആ ജോലി ഇപ്പോൾ എങ്ങനെയെങ്കിലും അടുത്ത കോഴ്സൊക്കെ ചെയ്യണം. ഞങ്ങൾ PR കിട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് പൈസയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് കോഴ്സൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ വരുന്നതിലേ പോട്ടെ, വന്നതിലേ വന്നു, പോയാലേ പോട്ടെ എന്നുള്ള ഒരു സെറ്റപ്പാണിപ്പോൾ. അതെ. അടുത്തൊരു ക്വസ്റ്റ്യൻ വെച്ചാൽ ഇപ്പം നമ്മളെ പിള്ളേരൊക്കെ ഉള്ളവർക്കുള്ള മെയിൻ കൺസേൺ ആണ് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന രീതിയിലൊക്കെ ജോബ് കിട്ടുമോ, എങ്ങനെയാണ്? അവിടെ ഒരുപാട് ഷിഫ്റ്റുകൾ അവൈലബിൾ ആണ്. അതായത് ഇപ്പം ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ ഉള്ളത്, അല്ലെങ്കിൽ ഡോണറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 2 ദിവസം വർക്ക് ചെയ്യുക, പിന്നെ ഒരു ദിവസം ലീവ്, പിന്നെ 2 ദിവസം അടുപ്പിച്ച് 4 ദിവസം, പിന്നെ പാർട്ട് ടൈം ആയിട്ട് 2 ദിവസം, അങ്ങനെയൊക്കെ കിട്ടും. ശരിക്കും എത്ര അവേഴ്സാണ് വർക്കിംഗ് അവേഴ്സ് വരുന്നത്? 40 hours ആണ് വർക്കിംഗ് വരുന്നത്. ഒരു വീക്കിൽ 40 hours ആണ്. പാർട്ട് ടൈം എന്ന് പറയുന്നത് 20 hours, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ 40 മണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ള ദിവസം സെലക്ട് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ആദ്യം കയറുമ്പോൾ നമുക്ക് ഇതൊന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഏതാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു പാറ്റേണിൽ കയറുക. അന്നേരം ചിലപ്പോൾ നിൻ്റെ ഡ്യൂട്ടി ആയിട്ട് മാച്ച് ആവില്ലായിരിക്കും. അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ 3 മാസം കഴിയുമ്പോൾ നമുക്ക് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പം സൺഡേ തുടങ്ങുന്നത് വേണ്ട, മൺഡേ തുടങ്ങുന്നത് മതിയെങ്കിൽ അന്നോട്ട് എടുക്കാം. മൺഡേ വേണ്ട, ചൊവ്വാഴ്ച തുടങ്ങുന്നത് മതിയെങ്കിൽ അന്നോട്ട് എടുക്കാം. അങ്ങനെ ഓരോ ദിവസം മാറ്റി മാറ്റി നമുക്ക് അതിന് ഷിഫ്റ്റ് അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കയറുന്ന ആ ഒരു 3 മാസം അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് തോന്നുന്നില്ല. ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് നമുക്ക് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയാൽ കിട്ടി, അത്രയേ ഉള്ളൂ. അതല്ലാതെ 20 hours എടുത്ത് ആദ്യം 20 hours എടുത്ത് കയറി പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് 40 hours മാറ്റാം. 3 മാസം കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറെ അതായത് ഇപ്പോൾ നമുക്ക് പിക്കിങ്ങിലാണ് കിട്ടിയെങ്കിൽ പിക്കിങ് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ മാറി വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാം. അതേപോലെ തന്നെയാണ് ഷിഫ്റ്റ് ഈ പറഞ്ഞ പോലെ നമുക്ക് വേറെ വേണമെങ്കിൽ മാറി കയറാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ സാധാരണ ഷിഫ്റ്റ് തുടങ്ങുന്ന 7:30 തൊട്ട് 6 മണി വരെയാണ്. ചിലത് 7:45 തൊട്ട് 6:15 വരെ, 10 മണിക്കൂറാണ്. അപ്പോൾ അതിനനുസരിച്ച് മാറ്റും. പിന്നെ ഇപ്പോൾ അടുത്തായിട്ട് 6 മണിക്കൂറിൻ്റെ എങ്ങാണ്ട് തുടങ്ങിയിട്ടുണ്ട്. 6 മണിക്കൂറിൻ്റെ 8 മണിക്കൂറിൻ്റെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് മിന്നു കണ്ടുവച്ചിരുന്ന ആ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ ഏകദേശം എല്ലാത്തിനും ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. നമ്മൾ എന്തായാലും അതിനെ വേണമെങ്കിൽ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുമ്പോൾ ആമസോൺ ഓക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതായത് നമുക്ക് തോന്നിയ പോലെ ലീവ് എടുക്കാം, പിന്നെ നമുക്ക് ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പം നമ്മളിപ്പം ഭയങ്കര പ്രൊഫഷണലായിട്ട് സംസാരിക്കുന്നതല്ല, അല്ലാതെ ഇപ്പം ഞാനെന്ന വ്യക്തി എന്ന രീതിയിൽ പറയുമ്പോൾ നമുക്ക് തോന്നിയ പോലെ ലീവ് എടുക്കാം. വർക്കിംഗ് സാലറി ഉണ്ട്. പിന്നെ നമുക്ക് ഒന്ന് പെർമനൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ഒരു ലെവലിൽ നിന്നാൽ മതി. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് പോസ്റ്റ് കിട്ടും. പോസ്റ്റ് ഒന്നും വേണ്ട, ലെവൽ 1 തന്നെ മതിയെങ്കിൽ നമുക്ക് നമ്മുടെ രീതിയിൽ വർക്ക് ചെയ്ത് നിന്നാൽ മതി. വലിയ ഹാർഡ് വർക്ക് ചെയ്ത് വലിയ ആത്മാർത്ഥത കാണിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ പോകാൻ നമുക്ക് തന്ന പണിയുടെ ഒരു 3/4% ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആമസോണിൽ പോകാം.